സ്കൂളുകളിൽ ക്രിസ്ത്യൻ പാരമ്പര്യം അടിച്ചേൽപ്പിക്കരുതെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCIക്ക് കീഴിലുള്ള സ്കൂളുകൾക്കാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. സ്കൂളുകളിൽ സർവ്വമത പ്രാർത്ഥനാമുറി സജ്ജമാക്കാനും അസംബ്ലിയിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കാനും നിർദ്ദേശം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. നിതിൻ, പറയൂ വിശദാംശങ്ങൾ. CBCIക്ക് കീഴിലുള്ള സ്കൂളുകൾക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ CBCIയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ബംഗളൂരുവിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇത്തരം ചില നിർദ്ദേശങ്ങൾ രൂപപ്പെട്ടിരുന്നു. കാരണം രാജ്യത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതോടൊപ്പം തന്നെ സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനം. കഴിഞ്ഞ ഏതാനും നാളുകളായി ക്രിസ്ത്യൻ സമൂഹം നേതൃത്വം നൽകുന്ന സ്കൂളുകളിലെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും നിരന്തരം അക്രമങ്ങൾ നേരിടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ത്രിപുരയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അക്രമത്തിൽ ക്രിസ്ത്യൻ മിഷണറി സ്കൂളിന്റെ അധ്യാപകന് പരിക്കേറ്റിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ സുരക്ഷ കർശനമാക്കണം എന്നൊരു നിർദ്ദേശമാണ് അതിലേറ്റവും പ്രധാനമായി നൽകിയിരിക്കുന്നത്. CBCIക്ക് കീഴിൽ ഏതാണ്ട് രാജ്യത്ത് 14,000-ഓളം സ്കൂളുകളുണ്ട്, 650-ഓളം കോളേജുകളുണ്ട്, 7 സർവകലാശാലകൾ, അങ്ങനെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ CBCIക്ക് കീഴിലുണ്ട്. ഈ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി CBCI ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ദിവസേനയുള്ള അസംബ്ലിയിൽ അത് ഭരണഘടനയുടെ ആമുഖം വായിക്കണം, അതോടൊപ്പം ക്രിസ്ത്യൻ പാരമ്പര്യവും ആചാര്യം എന്നിവ അടിച്ചേൽപ്പിക്കരുത്, സ്കൂളുകളിൽ സർവ്വമത പ്രാർത്ഥനാ മുറി സജ്ജമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി തുടരുന്ന നിരന്തര അക്രമങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം CBCI സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത്. കോഴിയിറച്ചിയുടെ വിലയ്ക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.